വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം മുതൽ 22-ാം അധ്യായം 16-ാം തിരുവചനം വരെ സോളമൻ്റെ ആദ്യ നീതിവാക്യ സമാഹാരമാണ്. ചെറിയ സമാന്തരവാക്യങ്ങളായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോന്നും ഓരോ സ്വതന്ത്ര ജ്ഞാനോപദേശമാണ്. നീതിയെയും ദുഷ്ടതയെയും ഇവിടെ താരതമ്യം ചെയ്യുന്നു. നീതിമാന്റെ ആശീർവാദം, ദീർഘായുസ്, സമാധാനം എന്നിവ വിവരിക്കുമ്പോൾ ദുഷ്ടന്റെ നാശം, അപമാനം, മരണം എന്നിവ വിവരിക്കുന്നു. നല്ല ഭാഷയും വാക്കുകളും ജീവൻ നൽകുന്നു എന്ന് വിവരിക്കുമ്പോൾ ദുഷ്ടന്റെ വായ നാശത്തിലേക്കാണെന്ന് കാണാം. പരദൂഷണം, കള്ളസാക്ഷ്യം, പരിഹാസം എന്നിവ ഒഴിവാക്കുക എന്ന ആഹ്വാനം ഇവിടെ വ്യക്തമാണ്. സുഭാഷിതങ്ങൾ 10-ാം അധ്യായത്തിൽ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷൻ അമ്മയെ വിഷമിപ്പിക്കുന്നു എന്നും, നീതിമാന്മാരുടെ വാക്കുകൾ ജീവൻ നൽകുന്നു, ദുഷ്ടന്മാരുടെ വാക്കുകൾ നാശം വരുത്തുന്നുവെന്നും, മടിയുള്ളവൻ ദരിദ്രനാകുന്നു, ഉത്സാഹിയായവൻ സമ്പത്തുണ്ടാക്കുന്നുവെന്നും താരതമ്യം ചെയ്യുന്നു. ദൈവം നീതിമാന്മാരെ സംരക്ഷിക്കുന്നു, ദുഷ്ടന്മാരെ തള്ളിക്കളയുന്നുവെന്നും നാം ഇവിടെ വായിക്കുന്നു. സുഭാഷിതങ്ങൾ 11-ാം അധ്യായത്തിൽ നീതിയുടെ പ്രതിഫലം വിശദീകരിക്കുന്നു. കള്ളത്തുലാസ് ദൈവത്തിന് വെറുപ്പാണ്, ശരിയായ തൂക്കം അവന് പ്രസാദമെന്നും, താഴ്മയുള്ളവർ ജ്ഞാനം നേടുമെന്നും, അഹങ്കാരികൾ ലജ്ജപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. നീതിമാന്മാരുടെ നീതി അവരെ രക്ഷിക്കുന്നുവെന്നും, ദുഷ്ടന്മാർ തങ്ങളുടെ ദുഷ്ടത കൊണ്ട് നശിക്കുന്നുവെന്നും ഇവിടെ കാണാം. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. സുഭാഷിതങ്ങൾ 11-ാം അധ്യായം 25-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.